ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹ ബഹുമാനമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽപ്പെട്ട അത്ഭുത രോഗശാന്തിയെക്കുറിച്ചാണ്. രോഗശാന്തിയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നാം കേട്ടു. ഒരു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ സിസ്റ്റർ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു എന്ന് ഞാൻ പറയുകയുണ്ടായി. പലരും ചോദിച്ചു, ആ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചത് നല്ല മരണം കിട്ടാൻ വേണ്ടിയിട്ടാണോ? സ്നേഹമുള്ളവരെ, മരിക്കുവാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ അവകാശമില്ല. കാരണം ജീവൻ കൊടുത്തത് ദൈവമാണ്, മരണം എടുക്കേണ്ടതും ദൈവമാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സൗഖ്യപ്പെടുത്താനാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നമ്മുടെ പ്രാർത്ഥന ദൈവഹിതമായി തീരണം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് കണ്ണുകൊണ്ട് ദർശിക്കുവാൻ കഴിയും. അതുകൊണ്ട് മരണത്തിന് വേണ്ടി അല്ല പ്രാർത്ഥിച്ചത്. പിന്നെ എന്ത് പ്രാർത്ഥനയാണ് എന്ന് ചിലർ ചോദിക്കാം. അതൊരു ആത്മീയ രഹസ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കാണുന്നത് അത്ഭുത രോഗശാന്തിയെക്കുറിച്ചാണ്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഈശോ അനേകരെ സുഖപ്പെടുത്തിയ വാർത്ത കേട്ട് ഈശോ ഒരു ഭവനത്തിലായിരിക്കുമ്പോൾ ജനങ്ങളെല്ലാം തിങ്ങിക്കൂടി. തളർവാദ രോഗിയായ ഒരു മനുഷ്യനെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചില്ല. വിശ്വാസികളായ 4 പേർ അവനിരുന്ന ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ കിടക്കയോടെ താഴത്തേക്ക് ഇറക്കി. ഈശോ അവരുടെ വിശ്വാസം കണ്ട് തളർവാദ രോഗിയോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ അധികാരമുണ്ട് എന്ന് അവൻ വ്യക്തമാക്കുകയായിരുന്നു. ഫരിസേയർ അവനെ ചോദ്യം ചെയ്യുന്നുണ്ട്, അതിനെല്ലാം ഉത്തരം പറയുന്നുണ്ട്. ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് നിന്റെ ഭവനത്തിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് പുറത്തേക്ക് പോയി. അത്ഭുത രോഗസൗഖ്യം എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. ആ സമയത്ത് തന്നെ സംഭവിക്കും, കാലതാമസമില്ല. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായത്തിലും ദേവാലയത്തിലേക്ക് പോയ പത്രോസും യോഹന്നാൻ, ഭിക്ഷ യാചിച്ച് സുന്ദര കവാടത്തിൽ കിടക്കുന്ന മുടന്തനായ മനുഷ്യൻ, അവർ അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് കുതിച്ച് ചാടി ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പെട്ടെന്ന് നടക്കുന്നതാണ് അത്ഭുതകരമായ സംഭവങ്ങൾ, കാലതാമസമില്ല. പല സംഭവങ്ങളും പല രോഗശാന്തികളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധരുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചപ്പോൾ അനേകരുടെ രോഗങ്ങൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. സഭയിൽ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ധാരാളം വിശുദ്ധരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ, കേരള സഭയിൽ തന്നെ അൽഫോൻസാമ്മ, കുര്യാക്കോസ് അച്ഛൻ, എബ്രാസിയമ്മ, അങ്ങനെ വിശുദ്ധരുടെ നിര തന്നെ നമുക്കുണ്ട്. നമ്മൾ അവരുടെ പക്കലേക്ക് അവരെ നയിക്കണം, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാൻ. അത്ഭുതകരമായ രോഗശാന്തി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിലുപരി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിരന്തരമായ സൗഖ്യങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിലാണ്. ആരും ചൂണ്ടിക്കാണിച്ച് തരുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ എത്രയോ പേർ സൗഖ്യം പ്രാപിച്ച് വിശുദ്ധ കുർബാനയിലൂടെ അവർ സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരെയും നയിക്കുവാൻ പറ്റുന്നത് അൾത്താരയിലേക്കും ബലിപീഠത്തിലേക്കും ആയിരിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ള ഈശോയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ ഞങ്ങൾ ഓർക്കുന്നു.
നാളെ ഗസ്റ്റ് ലെക്ചറായി ഇന്റർവ്യൂവിന് പോകുന്ന സ്നേഹാമോൾക്ക് ഒരു ജോലി ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാഥാ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ആ മോളെ നീ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ ഉമ്മൻ ജിയോ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. ജാക്സൺ പ്രത്യേകം ഒരു ഇൻഡക്ഷന് വേണ്ടി പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. സീന സുഭാഷ് തൻ്റെ കസിൻ ബ്രദറിൻ്റെ തലച്ചോറിൽ ബ്ലീഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ആ മകൻ സൗഖ്യം പ്രാപിക്കണമെന്ന് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. നാഥ, ഇവരെല്ലാവരെയും അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. നാഥ, നീ ആ മക്കളെ എല്ലാവരെയും നീ കാണണമേ. അവരുടെ ആവശ്യങ്ങളൊക്കെ ഇറങ്ങി വന്ന് അവരുടെ കൂടെയായിരുന്നുകൊണ്ട് അവരെ നീ സഹായിക്കണമേ. രോഗികളെ നീ സുഖപ്പെടുത്തണമേ. ജോലി ആവശ്യപ്പെടുന്ന വ്യക്തികൾക്ക് ജോലി ലഭിക്കാൻ ഇടവരുത്തണമേ. ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കണമേ. നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്ന വചനം ഞങ്ങൾ ഓർക്കുന്നു. ഈശോയെ, നിന്നിൽ ആശ്രയിച്ച് ഭവനം പണിയുന്ന വ്യക്തികളുടെ ഭവനം എത്രയും വേഗം പൂർത്തീകരിക്കുവാൻ നാഥ ഇടവരുത്തണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളുടെ അമ്മേ, ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ.